ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 35 രാമായണ കഥ സുഗ്രീവസഖ്യം മുതൽ. ശ്ലോകം 6. സൗമിത്രിസ്തത്ര ശക്തി പ്രകൃതികളത് സൂർവാദജാനീത ശൈല ഘ്രാണാത് പ്രാണാനുവേദോ വികൃണതൃതേ ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖിലജമൂ ഭക്ഷിണം വൃക്ഷിണോസ്തം. പദം. സൗമിത്രി തു അത്ര ശക്തി പ്രകൃതി ഗളത് അസുഹു വാദജ ആനീത ശൈല ഘ്രാണാത് പ്രാണാൻ ഉപേദഃ വികൃണത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണ വചന ഹൃദ സ്തംഭനഃ കുംഭകർണം സംപ്രാപ്തം കമ്പിത ഉർവീ തലം അഖിലചമൂ പക്ഷിണം വൃക്ഷിണോ ത്വം. അർത്ഥം: രണഭൂമിയിൽ വെച്ച് രാവണൻ്റെ ശക്തി ആയുധ പ്രഹരമേറ്റ് പരവശനായ ലക്ഷ്മണൻ ഹനുമാൻ കൊണ്ടുവന്ന ഔഷധപർവ്വതത്തെ ഘ്രാണിച്ച് രണ്ടാമതും ചൈതന്യം നേടുകയും മായാവിയായ ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കുകയും ചെയ്തു. മായാജാലങ്ങളാൽ ക്ഷുഭിതനായി തീർന്ന അങ്ങ് വിഭീഷണ വചനം കേട്ട് സമചിത്തനായി തീരുകയും ഭൂമണ്ഡലത്തെ കുലുക്കി വാനരസേനയെ മുഴുവൻ ഭക്ഷിക്കാനടുത്ത യുദ്ധോദ്യുക്തനായ കുംഭകർണനെ നിഗ്രഹിക്കുകയും ചെയ്തു. ശ്ലോകം 7. ഗൃഹ്ണൻ ജംബാരി സംപ്രേഷിത രഥകവചൗ രാവണേനാഭിയുത്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതതിമബലാമഗ്നിശുദ്ധാം പ്രകർണൻ ദേവശ്രേണീവരോ ജീവിത സമരമൃതൈ അക്ഷതൈർക്ഷസംഘൈ ലങ്കാഭർത്താജസാഗം നിജനഗരമകാ സപ്രിയ പുഷ്പകേണ. പദം. ഗൃഹ്ണൻ ജംഭ അരി സംപ്രേഷിത രഥ കവചൗ രാവണേന ആഭിയുധ്യൻ ബ്രഹ്മ അസ്ത്രേണ അസ്യ ഭിന്ദൻ ഗളതതിം അബലാം അഗ്നിശുദ്ധാം പ്രകർണൻ ദേവശ്രേണീ വര ഉജ്ജീവിത സമരമൃതൈ അക്ഷതൈ വൃക്ഷസംഖ്യൈ ലങ്കാ ഭർത്താ ച സാകം നിജനഗരം അകാ സപ്രിയ പുഷ്പകേണ. അർത്ഥം: ദേവേന്ദ്രൻ കൊടുത്തയച്ച രഥവും കവചവും സ്വീകരിച്ചുകൊണ്ട് അങ്ങ് രാവണനോട് യുദ്ധം ചെയ്യുകയും ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ആ രാക്ഷസൻ്റെ 10 ശിരസ്സുകൾ ഛേദിക്കുകയും ചെയ്തു. അഗ്നിപ്രവേശം ചെയ്ത പരിശുദ്ധയായ സീതയെ സ്വീകരിച്ച് ദേവന്മാരുടെ അനുഗ്രഹം മൂലം പുനർജീവൻ കിട്ടിയ സമരാങ്കണത്തിൽ മരിച്ചവരും മുറിവേറ്റവരും അടങ്ങിയ വാനരസൈന്യങ്ങളോടും ലങ്കയുടെ അധിപതിയായി അങ്ങ് അഭിഷേകം ചെയ്ത വിഭീഷണനോടും കൂടി പുഷ്പക വിമാനത്തിൽ സ്വനഗരമായ അയോധ്യയിലേക്ക് തിരിച്ചു. ശ്ലോകം 8. പ്രീതോ ദിവ്യാഭിഷേകൈയുധ സമധികാൻ വത്സരാൻ പര്യരംസി മൈഥില്യാം ഭാവവാച ശിവശിവകിലതാംഗർഭിണീമപ്യഹാസീ ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണ നിശ്ചരം പ്രാർത്ഥയ ശൂദ്രഭാഷം താവത് വാൽമീകി ഗേഹേ കൃതവസതി വിഭാസൂത സീതാസുതൗ തേ. പദം. പ്രീത ദിവ്യ അഭിഷേകൈ ആയുധ സമധികാൻ വത്സരാൻ പര്യരംസി മൈഥില്യാം പാപവാച ശിവശിവ കില താം ഗർഭിണീം അപ്യഹാസി ശത്രുഘ്നേന ആർദ്ദയിത്വാ ലവണ നിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവത് വാൽമീകി ഗേഹേ കൃതവസതി ഉപാസൂത സീതാസുതൗ തേ. അർത്ഥം: അനന്തരം ദിവ്യമായ രീതിയിൽ രാജ്യാഭിഷേകം ചെയ്യപ്പെട്ട സന്തുഷ്ടനായ അങ്ങ് 10,000 വത്സരത്തിലേറെ സുഖമായി ജീവിച്ചു. ഗർഭിണിയായിട്ടും അപവാദം മൂലം അങ്ങ് സീതാദേവിയെ പരിത്യജിച്ചു. എന്ത് കഷ്ടം!
ക്രൂരനായ ലവണാസുരനെ അങ്ങ് ശത്രുഘ്നനെ കൊണ്ട് സംഹരിപ്പിക്കുകയും അനർഹനും അപരാധിയുമായ ശൂദ്രനെ സ്വയം വധിക്കുകയും ചെയ്തു. അതിനിടയിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിച്ചു വന്നിരുന്ന സീത അങ്ങയുടെ പുത്രന്മാരെ പ്രസവിച്ചു. ശ്ലോകം 9. വാൽമീകേ ത്വത്സുതോദ്ഗാപിത മധുരകൃതേ രാജ്ഞിയായ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തുകാമേ ക്ഷിതിമവിശദസൗ ത്വം ച കാലാർത്തിതോ ഭൂഃ ഹേതോ സൗമിത്രികാദി സ്വയമതസരയൂമക്തനിശേഷവൃത്യൈ സാഗം നാഗം പ്രയാതോ നിജപദമഗമോ ദേവവൈകുണ്ഠമാദ്യം. പദം. വാൽമീകി ത്വത്സുത ഉദ്ഗാപിത മധുരകൃതേ ആജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയി ആപ്തു കാമേ ക്ഷിതിം അവിശത് അസൗ ത്വം ച കാല അർത്ഥിത അഭൂ ഹേതോ സൗമിത്രിഖാദി സ്വയം അത സരയൂ മഗ്ന നിശേഷ ഭൃത്യൈ സാകം നാഗം പ്രയാത നിജ പദം ആഗമ ദേവ വൈകുണ്ഠം ആദ്യം. അർത്ഥം. യാഗശാലയിൽ വെച്ച് വാൽമീകിയുടെ ആജ്ഞ അനുസരിച്ച് അങ്ങയുടെ പുത്രന്മാർ ആലപിച്ച മധുരമായ രാമായണ കാവ്യം കേട്ട് സന്തുഷ്ടചിത്തനായ അങ്ങ് സീതയെ ലഭിക്കാൻ കാക്ഷിച്ചപ്പോൾ അവൾ ഭൂമിദേവിയുടെ മാറിൽ മറഞ്ഞുപോയി യമരാജാവിൻ്റെ കൂടെ ചെല്ലാൻ അപേക്ഷിക്കപ്പെട്ട അങ്ങ് കാരണവശാൽ ലക്ഷ്മണനെ ഉപേക്ഷിക്കുകയും സരയൂ നദിയിൽ മുങ്ങിയ സകല ഭൃത്യന്മാരും കൂടി സ്വയം സ്വർഗത്തിലെത്തുകയും ഹേ ദേവ പൂർവസ്ഥിതിയിൽ വൈകുണ്ഠസ്ഥിതനായി തീരുകയും ചെയ്തു. ശ്ലോകം 10. സോയം മർത്യാവതാരത്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്ഥിർനിരാഗസ്ത്യജനമപി ഭവേത് കർമ്മധർമാതിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ കുനു തവ മനസോ വിക്രിയാ ചക്രവാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരവദേ വ്യാധുനും വ്യാധിതാപാൻ. പദം. സഹ അയം മർത്യ അവതാരഃ തവ ഖലു നിയതം മർത്യശിക്ഷാ അർത്ഥം ഏവം വിശ്ലേഷ ആർത്തിഃ നിരാഗത്യജനം അഭി ഭവേത് കാമധർമ്മ അതിസക്ത്യാ നോ ചേത് സ്വ ആത്മാ അനുഭൂതേ ക്വ നു തവ മനസ വിക്രിയാ ചക്രപാണേ സ ത്വം സത്വ ഏകമൂർത്തേ പവനപുരപദേ വ്യാധനു വ്യാധി താപാൻ. അർത്ഥം. തീർച്ചയായും മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങ് ഇപ്രകാരം മനുഷ്യനായി അവതരിച്ചത്. കാമങ്ങളിലും ധർമ്മങ്ങളിലുമുള്ള അത്യാസക്തി മൂലം വിരഹദുഃഖവും അപരാധം ചെയ്യാത്തവരെ പരിത്യജിക്കലും അനുഭവപ്പെടുന്നു. ചക്രപാണിയായ ഭഗവാനെ, അങ്ങനെ അല്ലെങ്കിൽ ആത്മസ്വരൂപാധിഷ്ഠിതമായ അങ്ങയുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാകുന്നത് എന്തിന്? സത്വസ്വരൂപനായ ഭഗവാനെ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള അങ്ങ് എൻ്റെ രോഗങ്ങളെയും ദുഃഖങ്ങളെയും നശിപ്പിക്കണമേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാമ 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 പാഹി മാം. രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം. ഹരി ഓം തത്സത്.